ഇറാനെ ഇനിയും ആക്രമിക്കാൻ മുതിർന്നാൽ തിരിച്ചടി കനത്തതായിരിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി. ആണവ പദ്ധതിയിൽ നിന്നും പിന്മാറില്ല എന്ന സൂചനയും ആയത്തുള്ള അലി ഖമേനി നൽകിയിട്ടുണ്ട്. ഇസ്രയേലിനും യുഎസിനും ഇപ്പോൾ നൽകിയതിലും വലിയ തിരിച്ചടി കൊടുക്കാൻ തയ്യാറാണ്. ഇതിനുള്ള ശേഷി ഇറാനുണ്ട് എന്നാണ് ഖമേനി പറഞ്ഞിരിക്കുന്നത്. ഇസ്രയേലുമായി 12 ദിവസം നീണ്ട യുദ്ധത്തിൽ നൽകിയ പ്രഹരത്തേക്കാൾ വലുതായിരിക്കും അത്. അമേരിക്കയെയും അതിന്റെ സയനിസ്റ്റ് ഭരണകൂടത്തെയും നേരിടാൻ ഇറാൻ തയ്യാറാണ്. പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്കായിരിക്കും ഇറാന്റെ ആണവ പദ്ധതിയെന്നും ഖമേനി പറയുന്നു. ഇറാൻ സർക്കാർ TV വഴി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് യുഎസും ഇസ്രയേലും പുതിയ ആക്രമണം നടത്തിയാൽ ശക്തിയായി തിരിച്ചടിക്കുമെന്ന് ഖമേനി അറിയിച്ചിരിക്കുന്നത്. ഇതിനിടെ ഇറാൻ മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിക്കാതെ യുഎസുമായി ആണവ ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ പാർലമെന്റും വ്യക്തമാക്കി. ആക്രമണം നടത്തില്ല എന്ന ഉറപ്പ് കിട്ടിയാൽ മാത്രം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ആണവ കരാറിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനത്തോടെ ഇറാനെതിരെ കർശനമായ UN ഉപരോധം പുനഃസ്ഥാപിക്കാൻ UK, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ സമ്മതിച്ചിരുന്നു. ഇറാനുമായുള്ള കരാറും ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നതിനെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഐക്യരാഷ്ട്രസഭയിലെ 3 രാജ്യങ്ങളുടെയും അംബാസഡർമാർ ജർമ്മനിയുടെ UN മിഷനിൽ യോഗം ചേർന്നിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും 3 രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാരും തമ്മിൽ തിങ്കളാഴ്ച നടത്തിയ ഫോൺ കോളിലും ഈ വിഷയം ഉയർന്നു വന്നതായി US ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുകയോ നേടുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനെക്കുറിച്ച് 4 പേരും സംസാരിച്ചതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. നേരത്തെ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കണമെങ്കിൽ ഇറാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ നടക്കുമോ എന്നത് US വ്യക്തമാക്കണമെന്ന് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി മജീദ് തഖ്ത് റവാഞ്ചി ആവശ്യപ്പെട്ടിരുന്നു. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടമാക്കാൻ കഴിയണമെന്ന് ഇറാൻ ഇനിയും നിർബന്ധം പിടിക്കുമെന്നും തഖ്ത് റവാഞ്ചി പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ രഹസ്യമായി ആണവ ബോംബ് വികസിപ്പിക്കുന്നതിലേക്ക് നീങ്ങുകയാണ് എന്ന ആരോപണങ്ങൾ അദ്ദേഹം നിരസിച്ചു. ഇറാന്റെ ഗവേഷണ പരിപാടികൾക്കായി ആണവ വസ്തുക്കൾ ലഭ്യമാക്കാൻ തങ്ങൾക്ക് സ്വയം ആശ്രയിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ ഗാസയിലെ ഏക കത്തോലിക്ക പള്ളിയായ ഹോളി ഫാമിലി ചർച്ചിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടത് ഇസ്രായേലിനെതിരെ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിലെ ഹോളി ഫാമിലി കോമ്പൗണ്ടിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പള്ളിയിലെ പുരോഹിതനായ ഫാദർ ഗബ്രിയേൽ റോമാനെല്ലിക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേൽ കുട്ടികളും 54 ഭിന്നശേഷിക്കാരും ഉൾപ്പെടെ 600 കുടിയിറക്കപ്പെട്ടവരുടെ അഭയകേന്ദ്രമായിരുന്നു പള്ളി. ആക്രമണത്തിൽ ഹോളി ഫാമിലി പള്ളി സമുച്ചയത്തിന്റെ വലിയൊരു ഭാഗം നശിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേർന്നും ഈ ക്രൂരമായ യുദ്ധം അവസാനിപ്പിക്കാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിരപരാധികളായ സാധാരണക്കാരെ ലക്ഷ്യമിടുന്നതിനെ ന്യായീകരിക്കാനാവില്ല എന്ന് ഹോളി ഫാമിലി പള്ളിയുടെ ഭരണ ചുമതലയുള്ള ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാർക്ക് വാർത്താ ഏജൻസിയായ AFPക്ക് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഗാസയിലെ ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇതാദ്യമല്ല. AD 4-ാം നൂറ്റാണ്ടിലെ ചരിത്ര പ്രസിദ്ധമായ സെന്റ് പോർഫിറിയസ് പള്ളി ഉൾപ്പെടെ ഗാസയിലെ പള്ളികൾക്ക് നേരെ 1-ലധികം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതേസമയം ഗാസയിലെ ഹോളി ഫാമിലി പള്ളിക്ക് നേരെയുണ്ടായ സൈനികാക്രമണത്തിൽ ജീവഹാനിയും പരിക്കും സംഭവിച്ചതിൽ ലിയോ മാർപ്പാപ്പ അതീവ ദുഃഖിതനാണ് എന്നും വെടിനിർത്തലിനുള്ള തന്റെ ആഹ്വാനം അദ്ദേഹം ആവർത്തിക്കുന്നുവെന്നും വത്തിക്കാൻ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഓരോ നിരപരാധിയുടെയും ജീവൻ നഷ്ടപ്പെടുന്നത് മറ്റൊരു ദുരന്തമാണ് എന്നും പ്രതികരിച്ചു. പള്ളിക്ക് കേടുപാട് പറ്റിയ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. പള്ളിയിൽ ആക്രമണം നടന്നതിനെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചു. മാസങ്ങൾ നീണ്ട യുദ്ധവേളയിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ അഭയകേന്ദ്രം കൂടിയായ പള്ളിയാണ് ബോംബാക്രമണത്തിൽ തകർത്തിരിക്കുന്നത്. സംഭവത്തിൽ വത്തിക്കാനും ആശങ്ക പ്രകടിപ്പിച്ചതോടെ ഇസ്രായേൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്ന പള്ളി കൂടിയായിരുന്നു ഇത്. പലസ്തീനിലെ സ്ഥിതി അറിയാനായി അർജന്റീനക്കാരനായ വികാരി ഗബ്രിയേൽ റൊമനേലിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ നിരന്തരം ഫോണിൽ വിളിച്ചിരുന്നു. അതേസമയം ഇന്നലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 29 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയോ മെലോനി പറഞ്ഞു.